പ്രതിഭ ലിറ്ററേച്ചർ ഫെസ്റ്റ് മെയ് 3, 4, 5 തീയതികളിൽ കരുവാരകുണ്ട് പുന്നക്കാട് പ്രവർത്തിക്കുന്ന പ്രതിഭാ ഗ്രന്ഥശാല സാംസ്കാരിക രംഗത്ത് അർത്ഥവത്തായ ഒട്ടനവധി വേദിയൊരുക്കിയിട്ടുണ്ട്. ഇതിനോടകം പുതിയൊരു സാംസ്കാരിക മുന്നേറ്റത്തിന് പ്രതിഭ തുടക്കം കുറിക്കുകയാണെന്നും ഗ്രന്ഥശാലയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. നിരന്തരമായ സാഹിത്യ സംവാദങ്ങളിലൂടെയും സാംസ്കാരിക ഇടപെടലുകളിലൂടെയും പുതുചിന്തകൾ മാനവ ഉന്നതിക്കായി സമർപ്പിക്കുക എന്നതാണ് പ്രതിഭ ലക്ഷ്യമിടുന്നതെന്നും മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന ചിന്താധാരകൾക്കെതിരെയുള്ള കലഹമായിരിക്കണം സാംസ്കാരിക സദസ്സുകളെന്ന് വ്യക്തമാക്കുന്ന ഫെസ്റ്റിലേക്ക് ഏവരെയും ക്ഷണിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. 3-ാം തീയതി ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യുന്ന ഫെസ്റ്റ് 5-ാം തീയതി തിങ്കളാഴ്ച കരുവാരകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ 7 PM മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന നാടകത്തോടെ സമാപിക്കും. സ്വാഗത സംഘം ചെയർമാൻ A. പ്രഭാകരൻ മാസ്റ്റർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ NT കബീർ, ജനറൽ കൺവീനർ C. അബ്ദുൾ റഷീദ്, ഗ്രന്ഥശാല പ്രസിഡന്റ് മണി, ശ്രീധരൻ മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സാഹിത്യ കലാ ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ നാടക ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട 3 ദിനങ്ങളാണ്. വായനയുടെ ലോകത്ത് 50 വർഷം പൂർത്തിയാക്കിയ പ്രതിഭ ഗ്രന്ഥശാല സംഘടിപ്പിക്കുന്ന പ്രതിഭ ലിറ്ററേച്ചർ ഫെസ്റ്റിന് തുടക്കം കുറിക്കുകയാണ്. 3-4 തീയതികളിലായി കിഴക്കേ തലയിൽ പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിലും 5-ാം തീയതി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലുമായിട്ടാണ് പരിപാടികൾ നടക്കുന്നത്. ചൂടേറിയ സാഹിത്യ സംവാദങ്ങൾക്കും അതുപോലെ തന്നെ സംഗീത സദസ്സിനും ഒക്കെ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് നമ്മുടെ നാട്ടിലെ കലാസ്വാദനം. 3 ദിവസങ്ങളെ നടക്കുന്ന പ്രതിഭ ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ 3-4 തീയതികളിൽ ആണ് അതിൻ്റെ സാഹിത്യ രംഗത്തെ ചർച്ചകൾ നടക്കുന്നത്. 3-ാം തീയതിയും 4-ാം തീയതിയും കരുവാരകുണ്ട് കിഴക്കേ തലയിൽ പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ സംവാദങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. 3-ാം തീയതി 4-ാം തീയതിയും 4 സെഷനുകളായിട്ട്, ഒരു ദിവസം 2 സെഷനുകൾ എന്ന രീതിയിൽ 4 സെഷനുകളായിട്ട് വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. 3-ാം തീയതി പ്രധാനമായും ചർച്ച ചെയ്യുന്നത് നമ്മുടെ പുതിയ കാലത്തെ എഴുത്ത്, വായന എന്ന് പറയുന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള സംവാദമാണ്. 8 മണിക്ക് MT വാസുദേവൻ നായരെ അനുസ്മരിച്ചുകൊണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളെ അണിയിച്ചുകൊണ്ടുള്ള ഒരു ഏകപാത്ര നാടകമാണ്. മഞ്ചേരിക്കാരനായ സജീഷ് വൈകരിയാണ് ആ ഏകപാത്ര നാടകം അവതരിപ്പിക്കുന്നത്. 2-ാം ദിവസവും ഇതേപോലെ തന്നെ 5 മണിക്കാണ് പ്രോഗ്രാം ആരംഭിക്കുന്നത്. പ്രോഗ്രാമിൻ്റെ 3-ാമത്തെ സെഷനിൽ മലയാളത്തിൻ്റെ മതേതര വായന, കരുത്തും പ്രതിസന്ധിയും എന്ന വിഷയമാണ് ആദ്യ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ പ്രസിഡന്റ് A. ശിവദാസൻ പങ്കെടുക്കുന്നു. നിരൂപകനും എഴുത്തുകാരനുമായിട്ടുള്ള ഫസൽ റഹ്മാൻ, സിനിമാ സംവിധായകനായിട്ടുള്ള അജയ് കുമാർ എന്നിവരാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. 6:30 മുതൽ 2-ാമത്തെ സെഷൻ ആരംഭിക്കുന്നു. കേരള നവോത്ഥാനത്തിൻ്റെ ഇന്നത്തെ പ്രതിസന്ധികൾ എന്ന് പറയുന്ന വിഷയമാണ് ആ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. എഴുത്തുകാരനും കവിയും പ്രഭാഷകനുമായിട്ടുള്ള പത്രബോധനുമായിട്ടുള്ള ശ്രീ PN ഗോപികൃഷ്ണൻ പങ്കെടുക്കുന്നു. നിരൂപനായും എഴുത്തുകാരനുമായിട്ടുള്ള നമ്മുടെ ഡോക്ടർ ഗോപു പങ്കെടുക്കുന്നു. ശ്രീ ഉണ്ണി ആമപ്പാറക്കൽ അതിൻ്റെ മോഡറേറ്ററാണ്. തുടർന്ന് 8 മണിക്ക് ഈയിടെ അന്തരിച്ച നമ്മുടെ ഭാവഗായകനായ T. ജയകുണ്ടനെ അനുസ്മരിച്ചുകൊണ്ടിട്ടുള്ള ഗാനമാണ്, ചെറിയ ഗാന പരിപാടിയാണ്. വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് തിരുവനന്തപുരം സാഹിത്യ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന പ്രൊഫഷണൽ നാടകമാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന കഥയെ ആസ്പദമാക്കിയിട്ടുള്ള
നാടകമാണ്. തിരുവനന്തപുരം സാഹിത്യ തിയേറ്റേഴ്സാണ് അവതരണം. മുഴുവൻ പരിപാടികളിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനം 3-ാം തീയതി 4:30 മണിക്ക് പരിപാടികൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ ടീച്ചർ നിർവഹിക്കും. DC ബുക്സിൻ്റെയും അതുപോലെ ബോധി പബ്ലിക്കേഷൻ്റെയും ബുക്കുകൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ കരുവാരകുണ്ടിലെ നിരവധി എഴുത്തുകാരുണ്ട്. അവരുടെ പുസ്തകങ്ങൾ പരിചയപ്പെടാനും വായിക്കാനുള്ള അവസരം കൂടി പ്രതിഭ ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.